ആലപ്പുഴയിൽ സർക്കാർ സ്വകാര്യ സ്കൂൾ ബസ്സുകളിൽ പോലീസിന്റെ പരിശോധനയിൽ അമ്പലപ്പുഴയിൽ മദ്യപിച്ചതായി കണ്ടെത്തിയ സ്കൂൾ ബസ് ഡ്രൈവർക്കെതിരെ പോലീസ് കേസെടുത്തു. കുട്ടികളെ കുത്തിനിറച്ചു കൊണ്ടുപോകുന്ന ഓട്ടോറിക്ഷകൾക്കും താക്കീത് നൽകിയിരിക്കുകയാണ് പോലീസ്. വിവരങ്ങളുമായി ഷാജഹാൻ കൂടി ചേരുന്നുണ്ട്. ഷാജഹാൻ, എപ്പോഴായിരുന്നു? ഇന്ന് രാവിലെ ആയിരുന്നു ഈ പരിശോധന. എന്തൊക്കെയാണ് പരിശോധനയിൽ കൂടുതലായി കണ്ടെത്തിയിരിക്കുന്നത്? തീർച്ചയായിട്ടും സിന്ദൂരി, സ്കൂളുകളിൽ ഇപ്പം നമുക്കറിയാം പല സ്ഥലങ്ങളിലും സ്കൂൾ ബസ്സുകൾ അപകടത്തിൽപ്പെടുന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. ഇത് ആദ്യമായിട്ടല്ല, പല സ്കൂൾ വർഷം തുടങ്ങുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് അമ്പലപ്പുഴ സിയുടെ നിർദ്ദേശപ്രകാരം പോലീസ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത്. സ്കൂളുകളിലേക്ക് വരുന്ന ബസ്സുകളിലെ ഡ്രൈവർമാരെ മദ്യപിച്ചിട്ടുണ്ടോ എന്നും ഇനി മറ്റ് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പരിശോധിച്ചത്. അതിൽ നിന്ന് ഒരു ബസ് ഡ്രൈവർ ഇത്തരത്തിൽ ലഹരി ഉപയോഗിച്ചതായിട്ട്, മദ്യപിച്ചിരുന്നതായിട്ട് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഉടൻ തന്നെ അയാളെ കസ്റ്റഡി എടുക്കുകയും ആ വാഹനം മറ്റൊരു പോലീസുകാരൻ്റെ സഹായത്തോടുകൂടി കുട്ടികളെയൊക്കെ തന്നെ ഓരോ സ്ഥലങ്ങളിൽ നിന്നും എടുത്ത് സ്കൂളിൽ എത്തിക്കേണ്ട ജോലി ഇന്ന് പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് മാറി. അതോടൊപ്പം തന്നെ ആലപ്പുഴയിലെയും അമ്പലപ്പുഴയിലെയും ഒക്കെ തന്നെ ഓട്ടോറിക്ഷകളിലും സ്കൂളുകൾ കുട്ടികളെ കൊണ്ടുവന്ന ഓട്ടോറിക്ഷകളും ഈ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. ഇനിയിപ്പോൾ മയക്കുമരുന്നടക്കമുള്ള അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് നിരോധിത പുകയുൽപ്പന്നങ്ങളടക്കം പരിശോധിക്കുന്നതിന് ചരക്ക് ലോറികളിലും പരിശോധന നടത്തി. അങ്ങനെ വ്യാപകമായിട്ടുള്ളൊരു പരിശോധന ഇന്ന് ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ കാണാൻ സാധിച്ചു. അതിൽ അമ്പലപ്പുഴയിൽ നിന്നാണ് ഇത്തരത്തിൽ സ്കൂൾ ബസ് ഓടിച്ച ഡ്രൈവർ മദ്യപിച്ചിരുന്നതായി കണ്ടെത്തുകയും അയാൾക്കെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്തത്. ആ വാഹനം പിന്നീട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് തന്നെ സ്കൂളിൽ കൊണ്ടെത്തിക്കേണ്ട ഒരു സ്ഥിതിയുണ്ടായി. ഇനിയും വരും ദിവസങ്ങളിൽ സമാനമായ രീതിയിൽ പരിശോധനകൾ ഉണ്ടാകുമെന്നുള്ളതാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ശരി ഷാജഹാൻ, ആലപ്പുഴയിലാണ് ഇത്തരത്തിൽ സർക്കാർ സ്വകാര്യ സ്കൂൾ വാഹനങ്ങളെ കേന്ദ്രീകരിച്ച് പോലീസിന്റെ പരിശോധന നടത്തിയത്. ഒരു സ്കൂൾ വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവർ മദ്യപിച്ചിരുന്നുവെന്നും കണ്ടെത്തിയിരുന്നു. വിവരങ്ങളാണ് ഷാജഹാൻ പങ്കുവച്ചത്.